അപ്പോൾ നമ്മുടെ സീസണിൽ ഈ പാവയിലെടുത്തുള്ള പരിപാടികൾ അങ്ങനത്തെ ഇതൊന്നുമില്ല. പക്ഷെ ഒന്ന് കുറച്ച് നീങ്ങിക്കാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷെ എനിക്ക് ഭയങ്കര ഇതാവും, ശ്വാസം അപ്പോൾ പാവയെ വെച്ചിട്ടുള്ള പരിപാടികൾ നമ്മുടെ സീസണിലില്ല. എനിക്ക് തോന്നി അത് നമ്മളത് കളയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു വീക്ക് കുറച്ച് സ്ട്രോങ് ആവും. അതുകൊണ്ട് അങ്ങനെ ഒരു കാഴ്ച കഴിഞ്ഞ് കൊടുത്താലും വിഷയമല്ല. ലാലേട്ടനത് പറഞ്ഞാൽ ചിലപ്പോൾ ലാലേട്ടൻ കൊടുക്കും. ബ്രോ എനിക്ക് ഞാൻ മനസ്സിലാക്കിയ കാര്യം അനിമോൾ ഗെയിം ചേഞ്ചിനേക്കാളും ഉപരി അനിമോൾ ഗെയിം കളിക്കുന്നില്ല എന്നൊരു പ്രശ്നമാണ്. അനിമോൾ ആ പാവയിലൂടെ ഒതുങ്ങി പോകുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഞാൻ ഓൾറെഡി കുറേ പേർക്ക് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. അതെനിക്ക് ഭയങ്കര ഇഞ്ചായിട്ട് തോന്നുന്നു. കാര്യം ഒരു പാവയോട് സംസാരിക്കുന്നതും പാവയെ അവളൊരു പാവ ഒരു കണ്ടന്റോടെ എനിക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അനിമോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പ്ലാറ്റിനെ കൈപിടിച്ചിട്ട് ഇങ്ങനെ നടക്കാൻ പുള്ളിക്കാരത്തിൽ എന്ന് വെച്ചാൽ നമുക്കൊരു കൂട്ട് വേണം എന്നുള്ളൊരു ആക്ച്വലി എന്നറിയോ, ഈ ബിഗ് ബോസ് എന്ന ഷോയിലേക്ക് ചെന്നാൽ മാത്രമേ മനസ്സിലാവും. കാര്യം അതിനകത്ത് എല്ലാവർക്കും കപ്പെടുക്കണം, അല്ലെങ്കിൽ എല്ലാവർക്കും ജയിക്കണം എന്നുള്ളൊരു അതിയ ആവേശമാണ്. അപ്പോൾ ഒറ്റപ്പെടുകലാണ് അതിൻ്റെ ഒരു കാരണം. ഒറ്റപ്പെടുന്നുള്ളൊരു പ്രശ്നങ്ങളുണ്ട്. പിന്നെ അനിമോൾക്ക് അങ്ങനെ വലിയ സുഹൃത്തുക്കളും അതിൻ്റെ അകത്തില്ല. പിന്നെ ഈ പറഞ്ഞ കുറച്ച് ആളുകൾ അനിമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനകത്ത്. കാര്യം അവൾ കരയുമ്പോൾ കൂടെ ഇരുന്ന് വർത്താനം പറയുകയും അവൾ എൻ്റർടൈൻ ചെയ്യുന്ന അനീഷ് ഷാനവാസ് അവർക്ക് അനിമോൾ ചെറിയ രീതിയിൽ പിന്നെ ജിഷിൻ അവർക്ക് ചെറിയ പിന്തുണ കൊടുക്കുന്നുണ്ട്. അല്ലാതെ പിന്നെ അനിമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പെങ്ങളെ പോലെ തന്നെ ഞാൻ അത്രയും കാണുന്ന ആളാണ്. പിന്നെ എനിക്കങ്ങനെ ഫേവറേറ്റ്സും കാണിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ബിഗ് ബോസിൽ പോയതെന്ന് പറഞ്ഞാൽ ആ ഷോയുടെ നമ്മൾ ഒരു ഹോട്ടൽ ടാസ്കിൽ രണ്ട് ഗസ്റ്റായിട്ട് ഞാൻ ഷോയിൽ പോയത്. അപ്പോൾ എനിക്ക് അനിമോളെ പോലെ തന്നെ ഷാനവാസ്, ജിഷിൻ, അതുപോലെ എൻ്റെ സുഹൃത്തിൻ്റെ ചേട്ടനാണ് അനീഷ്, അതുപോലെ അക്ബർ എൻ്റെ ഫ്രണ്ടാണ്. അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ ആളുകളും എൻ്റെ സുഹൃത്തുക്കളൊക്കെയാണ്. എനിക്ക് പേഴ്സണലി അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു ഷോയാണ്. അപ്പോൾ അനിമോൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി. കാര്യം എനിക്ക് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും ഒരു ഓഡിയൻസായിട്ട് ബിഗ് ബോസ് ഷോ കാണുന്ന ഒരാളാണ്. അപ്പോൾ ഓഡിയനായിട്ട് ഷോ കാണുമ്പോൾ ഓഡിയൻസിന് ഒരു 10% അല്ലെങ്കിൽ 20% 30% ആളുകൾക്ക് തോന്നിയൊരു കാര്യമായിരിക്കും. ആ പാവ ഒന്ന് അവിടെ പോയിരുന്നെങ്കിൽ, അവിടെ നിന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ അനിമോൾ കുറച്ച് ആളുകൾക്ക് പോയി സംസാരിച്ച് കുറച്ച് പവർഫുള്ളായിട്ട് നിൽക്കും എന്ന് തോന്നിയത് എനിക്കും തോന്നി. ഞാനെപ്പോഴും ഒരു ഷോ കാണുമ്പോൾ ഞാൻ ബിഗ് ബോസിൻ്റെ കണ്ടസ്റ്റൻ്റായിട്ട് അല്ല, ഞാൻ ആ ഷോയുടെ ഒരു ഓഡിയനായിട്ട് അപ്പോൾ കാണും, ഓഡിയൻസിൻ്റെ ഒരാളായിട്ട് കാണുന്ന ഒരാളാണ്. അപ്പോൾ എന്തിനു ബ്രോ, ഞാൻ അവിടെ വെച്ച് സംസാരിച്ചു, മോളെ നീ പുറത്തിറങ്ങുമ്പോൾ ആ പാവ നിനക്ക് കിട്ടും, അല്ലെങ്കിൽ നീ വാങ്ങിച്ചോ, ആരാണെങ്കിൽ വാങ്ങിച്ചോ. അപ്പോൾ ഞാനത് ബിഗ് ബോസിൻ്റെ ഫ്ലോറിൻ്റെ അപ്പുറത്തേക്കാണ് ഇറങ്ങിയേക്കണേ, കോമ്പൗണ്ടിലേക്ക്. അതിപ്പോൾ അവിടുത്തെ അല്ലെടുത്തിട്ട് വേണമെങ്കിൽ വെച്ചോളൂ, അല്ലെങ്കിൽ ഞാൻ പിന്നെ അന്വേഷിക്കാനേ പോയിട്ടില്ല. അപ്പോൾ എന്നെ മേത്തിട്ട് 2 ഇടിയൊക്കെ ഇടിച്ചു. ഞാൻ എനിക്കത് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം അവളിടിച്ച് എനിക്ക് അങ്ങനെ ഒന്നും കേൾക്കാൻ പോകുന്നില്ല. ഞാനത് ബഹുമാനമില്ലായ്മല്ല, ഒരു അച്ചടക്കമില്ലായ്മയുണ്ട്. കാര്യം അത് ബഹുമാനം വേറെ, അച്ചടക്കം വേറെ. അച്ചടക്കം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു സാധനം അവർ ഇങ്ങനെ മാറ്റി വയ്ക്കലും ഇങ്ങനെ ഒരു എന്താ പറയുക, അവിടെ തന്നെ കള്ളന്മാരാണ് ആ പ്രശ്നം. കാരണം കഴിഞ്ഞാൽ അവർക്ക് അവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം അവിടെ ക്യാപ്റ്റൻ പറഞ്ഞാൽ കേൾക്കില്ല. ഈ ഇപ്പോൾ ഈ കളത്തിൽ എന്ന് പറയുമ്പോൾ തന്നെ ഈ നവീൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അല്ലെങ്കിൽ ഈ കഥ മത്സരാർത്ഥി എപ്പോഴും അവിടുത്തെ ഭക്ഷണങ്ങൾ കട്ടെടുക്കുക, മറ്റുള്ള ആൾക്കാരോട്. നിവിൻ അദ്ദേഹം ബേസിക്കലി ഒരു പാവം സോളാണ് അയാൾ. പിന്നെ അയാളുടെ മനസ്സിലൊന്നുമില്ല, അയാളങ്ങനെ ഓപ്പണായിട്ട് എന്തും പറയും. അയാൾക്ക് ഒരു പ്രശ്നമില്ലാത്ത ഒരു വലിയ മൈൻഡുള്ള മനുഷ്യനാണ്. അല്ലെങ്കിൽ നെഗറ്റീവോ പോസിറ്റീവോ ഒന്നും ഒരു വിഷയമില്ലാത്തൊരു ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ കട്ടെടുക്കുന്നത് ഞാൻ പറഞ്ഞില്ല, അയാൾ വളരെ എന്റർടൈൻമെന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. കളവ് എന്ന് പറഞ്ഞാൽ ഫുഡ് എടുക്കുക. കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഷാനവാസ് ഒരു മല്ലിയില കട്ടെടുത്തപ്പോൾ ഷാനവാസ് പാത്രത്തിൽ തട്ടിക്കളയുണ്ടേ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ അതൊക്കെ കണ്ടിരുന്നു. ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു മറ്റുള്ളവർക്ക് അത് കിട്ടാത്തൊരു സാധനമാണ്. എന്നോട് ഷാനവാസ് ഈ കാര്യം സംസാരിച്ചിരുന്നു. അത് ഷാനവാസിന് ഭയങ്കര ഭയമുണ്ട്, അത് നെഗറ്റീവ് ആവും. ഞാൻ പറഞ്ഞിട്ട് പൊന്നു ബ്രോ, അതൊക്കെ ഒരു ആക്സിഡൻ്റിൽ ഉണ്ടാകുന്ന കാര്യമാണ്, അല്ലാതെ മനഃപൂർവ്വം നിങ്ങൾ ചെയ്യുന്നതല്ലാന്ന് ഓഡിയൻസ് പറയും. ഇത് കാണുന്ന ആൾക്കാരൊന്നും അങ്ങനെ മണ്ടന്മാരൊന്നുമല്ല, അവരൊക്കെ നല്ല എല്ലാ സീസണും കാണുന്ന ആൾക്കാരെയാണ് ഇപ്പോൾ ബിഗ് ബോസ് 7th സീസണും കാണുന്നത്. അപ്പോൾ അവർക്ക് എൻ്റെ സീസൺ ഫസ്റ്റ് സീസണാണ്, ആ സീസൺ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോഴും. ആ സീസൺ ഞാൻ ബിഗ് ബോസിൽ പോയി അറിയാത്ത ആൾക്കാരുണ്ട്, ഞാൻ ആരാന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു അങ്ങനത്തെ ഷോ ആണ്. ഇതെല്ലാം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ലൈവല്ലേ, 24 hours ആണ്. അപ്പോൾ
ഈച്ച് ആൻഡ് എവറിത്തിങ്. അപ്പോൾ നബീനും ഷാനവാസ് അതിന് മുമ്പ് വേറെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും, ഈഗോ ക്ലാഷിക് ഉണ്ടാവും, അതൊക്കെ തമ്മിൽ ഒരു കണക്ട് ആവുന്നുണ്ടാവും. ഈ അനുമോളുടെ ഗെയിം എന്ന് പറയുന്നത് ഭയങ്കര കരച്ചിൽ നാടകമാണെന്ന് ഒരിക്കലില്ല ബ്രോ. അനുമോളിനെ പേഴ്സണലി അറിയുന്ന ഒരാൾക്ക് അനുമോൾ അറിയാം. അനുമോൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. കാര്യം പെട്ടെന്ന് കരച്ചിൽ വരും, അതുപോലെ പെട്ടെന്ന് സ്വിച്ച് ഇട്ടോളം സന്തോഷം വരും. അത് അങ്ങനത്തെ ക്യാരക്ടറാണ് അനുമോൾ. ഓരോ മനുഷ്യന്മാരും ഓരോ ക്യാരക്ടറല്ലേ. നമ്മളിപ്പോൾ വെറുതെ എന്തിനാ അവരെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ എല്ലാവർക്കും ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ വന്ന സമയത്ത് അത്രയും ഷൗട്ട് ചെയ്തിട്ട് അനുമോൾ കരഞ്ഞില്ല എന്നുള്ളതാണ്. അനുമോൾ കരഞ്ഞില്ല എന്നല്ല, അനുമോളുടെ സ്റ്റേറ്റ്മെൻറ്റിൽ അനുമോൾ ഉറച്ചു നിന്നാണ്. അത് അവിടെ കരയേണ്ട ആവശ്യമില്ലല്ലോ. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞൊരു കാര്യത്തിൽ അവിടെ അനുമോൾക്ക് എങ്ങനെ കരച്ചിൽ വന്നാൽ അനുമോൾ ഇമോഷണലി അറ്റാക്ക് ചെയ്യുമ്പോഴാണ്. ലാലേട്ടൻ അതിൽ വളരെ സീരിയസ് ആയിട്ട് ചോദിച്ച കാര്യമാണ്. അപ്പോൾ അനുമോൾ ഞാൻ കണ്ട കാര്യമാണ്. അന്നും ഇപ്പോൾ ഞാൻ ബിഗ് ബോസിൻ്റെ അകത്ത് പോയപ്പോൾ അനുമോൾ അത് എന്നോട് പറഞ്ഞു, ഞാൻ കണ്ട കാര്യമാണ് ഇക്ക. ഞാൻ പറഞ്ഞു, നീ കണ്ടത് ചിലപ്പോൾ കണ്ടില്ല എന്ന് മറ്റ് നടിക്കേണ്ടി വരും. അതാണ് ബിഗ് ബോസ് ഷോ. ബ്രോ ഞാൻ കാണാത്ത കാര്യമാണത്. അതുകൊണ്ട് ഇത് എനിക്ക് അനുമോൾ പറഞ്ഞു എൻ്റെ അടുത്ത് അത് അങ്ങനെയുള്ള കാര്യമാണെന്ന് അനുമോൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയല്ല, ചില കാര്യം നമ്മൾ കാണാത്ത പോലെ കണ്ണടച്ച് ജീവിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു അവളോട്, ചിലത് നമ്മൾ കണ്ടില്ല മറ്റ് മുന്നോട്ട് പോവുക. കാര്യം അതല്ല നമ്മുടെ ലക്ഷ്യം. അവിടെ പല ആളുകൾ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കുറ്റക്കാരാകുമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അത് നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ട്രബിളായ ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ ബിഗ് ബോസിൽ പോയ സ്ഥിതിക്ക് 2 ദിവസം ഉണ്ടായിരുന്നല്ലോ, ആര്യനെയും ജിസേലിനെയും കണ്ടപ്പോൾ അവരുടെ റിലേഷൻഷിപ്പ് തോന്നുന്നു. അല്ല, ആര്യൻ ജിസേൽ അവർ സുഹൃത്തുക്കളായിട്ടും പിന്നെ അവരടുത്ത് ഞാൻ പിന്നെ ഞാൻ ബേസിക്കലി ഒരു മോഡലാണ്. ഞാനൊരു ആണും പെൺകുട്ടിയും ഒരുമിച്ചിരിക്കുകയും തോളത്ത് കൈയിടുകയും അവർ തമ്മിൽ ഒരു ബെഡിൽ കിടക്കുകയും ചെയ്യുന്നു പറഞ്ഞിട്ട് അവർ തമ്മിൽ പ്രേമാണെന്നോ അല്ല അവർ തമ്മിൽ വേറൊരു ബന്ധമാണെന്നോ പറയുന്ന ഒരാളല്ല ഞാൻ അങ്ങനത്തെ ചിന്താഗതി ഇല്ലാത്ത ഒരാളാണ്. കാര്യം ഞാൻ വളർന്നതും ഒക്കെ ഒരു നോർമൽ വില്ലേജിലാണെങ്കിൽ പോലും എൻ്റെ പ്രൊഫഷണലി ഞാൻ വേറൊരു കാറ്റഗറി നിൽക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ഞാൻ ജഡ്ജ് ചെയ്യില്ല. കാര്യം ഞാൻ കണ്ണുകൾ കാണാത്ത കാര്യം ഞാൻ ഒരിക്കലും അവരങ്ങനത്തെ ഒരാളാണെന്ന് പറയാൻ ഞാൻ യോഗ്യനല്ല, അങ്ങനെ ഞാൻ പറയുമില്ല. പക്ഷെ അവർ തമ്മിൽ ഭയങ്കര ഒരു ബോണ്ടുണ്ട്. അത് എന്താണെന്ന് എനിക്കറിയില്ല. ബ്രോ അനുമോൾ കണ്ടു എന്നാണ് പറയണത്. ബ്രോ അനുമോൾ ജഡ്ജ് ചെയ്യുന്ന ആളാണ്. അനുമോൾ കണ്ടു അവർ തമ്മിൽ ചുംബിക്കുന്നല്ല അനുമോൾ പറയുന്നത്. ഞാൻ അനുമോൾ എന്നോടും പറഞ്ഞ അങ്ങനെ തന്നെയാണ്, അവളത് കണ്ടു എന്നാണ് പറഞ്ഞത്. അല്ല, ഈ സീസണിൽ പുരുഷന്മാർക്ക് അത് ഒരുപാട് അലിഗേഷൻസ് വരുന്നുണ്ട്. അപ്പം മറ്റു സീസണെ കമ്പയർ ചെയ്ത് നോക്കും, അതെല്ലാവരും ഒരു കാർഡായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഈ അലിഗേഷൻസ് ഒരെണ്ണം മാത്രമാണ് വന്നിട്ടുള്ളൂ. അത് ഈ നമ്മുടെ നീലിൻ്റെ കാര്യം, ആര്യന്റെ കാര്യം, അത് അലിഗേഷൻ എന്ന് പറയാൻ പറ്റില്ല. അത് ആര്യൻ കയറി കിടന്ന കാര്യമാണ്. അത് ആര് തമാശ കാണിച്ചാ. ആര്യൻ ബേസിക്കലി 23 വയസ്സുള്ളൂ. ഞാൻ ആര്യനോട് ഏജ് ചോദിച്ചു, അവന് 23 വയസ്സുള്ളൂ. അല്ല, 23 വയസ്സായാലും അങ്ങനെ ചെയ്തത് അല്ല, തെറ്റ് തന്നെ. അതിപ്പോൾ 23 വയസ്സ് 22 വയസ്സ് 22 ഒന്നും തെറ്റ് തന്നെ ആര് ചെയ്താലും. അപ്പോൾ അത് എന്ത് ഇൻറ്റൻസിലാണ് കിടന്നതെന്നുള്ള കാര്യം എനിക്കറിയില്ല. കാര്യം ഞാൻ ആ സ്പോട്ടിൽ അവിടെ ഇല്ല. ഞാൻ ആ ഷോ നിങ്ങൾ മൊബൈലിൽ കണ്ട പോലെ കണ്ടോട്ടുള്ളൂ. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ ചോദിക്കാൻ നിന്നില്ല. കാര്യം അത് എനിക്ക് വലിയ സുഖമുള്ള കാര്യം അല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. പിന്നെ ഒന്നിലെ കാര്യം, നെവിൻ്റെ സെക്ഷുവാലിറ്റി ഷാനവാസാണോ നിങ്ങൾ പറഞ്ഞത്? ആര് ചോദ്യം ചെയ്യുന്ന പറഞ്ഞത്? അല്ല, ഈ പറഞ്ഞ പോലെ മോശമായി രീതിയിലൊക്കെ പറഞ്ഞില്ലേ? ആര് പറഞ്ഞു? ഷാനവാസ് സംസാരിച്ചായിരുന്നു. ആ ഷാനവാസ് സംസാരിച്ച കാര്യം നിങ്ങൾ പറഞ്ഞത് അത് ചോദ്യം ചെയ്തല്ലോ. അല്ല, നെവിന് ഷാനവാസ് തമ്മിൽ എന്തോ ചെറിയ ഈഗോ ക്ലാഷ് ഉണ്ട്. അതിലൊന്നും ഷാനവാസിന്റെ ബെഡിലൊന്നും കിടന്നു അങ്ങനത്തെ ഒരു കഥയല്ലേ. അതെന്തോ ഞാൻ ചോദിച്ചു, അത് രണ്ടുപേരും തമ്മിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. പക്ഷേ ഞാൻ പറഞ്ഞു സംസാരിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇവിടുന്ന് പിരിയുമ്പോൾ കൈ കൊടുത്ത് പിരിയുക എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കാര്യം അത് വലിയൊരു കോൺട്രവേഴ്സിയുള്ള കാര്യമാണ്. അത് നമ്മൾ ഒരാളുടെ അത് വലിയ കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഈ വിഷയത്തിൽ നിവിൻ ഇന്ന് നിങ്ങളെ കെട്ടിപ്പിടിച്ച് കരയുന്ന വിഷ്വൽസ് ഒക്കെ ഞാൻ കണ്ടു. ഞാൻ നിവിനെ സമാധാനപ്പെടുത്തി. കാര്യം ഞാൻ ഇവനോട് പറഞ്ഞു, ബ്രോ ഇതൊന്നല്ല ലോകം. ബിഗ് ബോസ് എന്ന ഷോ കഴിഞ്ഞ് 100 ദിവസം വേറൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ നിങ്ങളിത് ഒരു ദിവസം നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടായെന്നും പറഞ്ഞിട്ട് 100 ദിവസം നിങ്ങൾ അങ്ങനെയാണെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബെറ്റർ ഡേയ്സ് കം. ഒരു ദിവസം കഴിഞ്ഞാൽ അടുത്ത ദിവസം നല്ല ദിവസം വരും. അങ്ങനെ ചിന്തിക്കാൻ പറഞ്ഞ് ഞാൻ അവനെ സമാധാനപ്പെടുത്തി. ഞാൻ ഷാനവാസിനോട് പോയി ചോദിച്ചു. ഷാനവാസ് പറഞ്ഞ വേറെ കാര്യമാണ്, നിവിൻ എന്തോ ബെഡിൽ കിടന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒരു കഥ പറഞ്ഞു. ഇത്തവണത്തെ ബിഗ് ബോസിലെ സെലക്ഷൻ പാളിപ്പോയെന്ന് തോന്നുന്നുണ്ട്. ഒരിക്കലും ഇല്ല ബ്രോ. കാര്യം ബിഗ് ബോസിൽ ഈ സെലക്ഷൻ ഈ പ്രാവശ്യമാണ് ഒരു കൊമ്പനില്ലാത്തൊരു ബിഗ് ബോസ് ആണ്. കാര്യം അല്ലെങ്കിൽ ഏതൊരു ഒരുത്തം ജയിക്കും, അവൻ ഭയങ്കര പവർഫുൾ, എല്ലാവരും അവൻ കയറിയാണ് ഭരിക്കല്, അങ്ങനത്തെ പരിപാടിയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനത്തെ ഒരു ഇതില്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഷോ. കാര്യം അങ്ങനെ ഒരു കൊമ്പനില്ല. കാര്യം അല്ലെങ്കിൽ കഴിഞ്ഞ മുറ്റ സീസണെ അറിയാലോ, ഒരുത്തം കയറി അങ്ങ് ഭയങ്കര ഒച്ചയിൽ സംസാരിക്കുകയും
അവൻ കയറി ഹൗസ് മേറ്റ് എല്ലാവരെയും കയറി ബൈക്ക് ചെയ്യും. അവൻ്റെ നിയന്ത്രണത്തിൽ ഹൗസ് മേറ്റ് എല്ലാവരും അവൻ്റെ ആ ഒരു പാവയെ പോലെ അവൻ ചലിപ്പിക്കുന്ന പാവകളെ പോലെ അങ്ങനെ മുന്നോട്ട് പോകുന്നത് ഒരു അങ്ങനത്തെ പരിപാടിയായിരുന്നു. ശരിക്കും ഒരാളിലേക്ക് ഷോ എത്താത്ത അതുകൊണ്ട് ഭയങ്കര രസമുണ്ട്. നിർണ്ണയിക്കാനായിട്ട് അതാണ് ഷോ. അങ്ങനെയാണല്ലോ വേണ്ടത്. നമ്മൾ ഒരിക്കലും ഒരാൾ ഷിയാസിന്റെ പരിപാടിക്ക് ഷിയാസ് കൊമ്പനല്ലായിരുന്നു ഞാൻ ഒരിക്കലും ഞാൻ സീസണിൽ ഞാൻ വളരെ നോർമലായിട്ടുള്ള ഒരു ബിഹേവിയറുള്ള മനുഷ്യനാണ്. ഞാനങ്ങനെ ഇത്രയും പോലും ഒരിക്കലും ആവാൻ പറ്റില്ല. അവിടെ ഷിയാസ് കരീം എന്ന വ്യക്തി ഒന്നും ആർക്കും അറിയാൻ പാടില്ല. അന്ന് എൻ്റെ കൂടെ ഉണ്ടാകുന്നത് ശ്വേതാ മേനോൻ, രഞ്ജിനി അൽഗാസ്, പേളിമണി, സാബു, ശ്രീനിഷ് അരവിന്ദ്, ബഷീർ ബാഷി, അനൂപ് ചന്ദ്രൻ, അങ്ങനെ വലിയ എല്ലാവരും. ആ ഒരു സമയത്താണ് ഇപ്പൊ അനീഷ് എന്നുള്ളൊരു കോമണർ കട്ടൊക്കെ പിടിച്ച് നിൽക്കുന്നത്. അനീഷ് എന്നൊരു വ്യക്തി കോമണറിൽ നിൽക്കുന്നതാണ്. അനീഷ് നല്ല രീതിയിൽ അത്യാവശ്യം പഠിപ്പും അത്യാവശ്യം പുസ്തകം എഴുതുകയും അത്യാവശ്യം കാര്യങ്ങളെപ്പറ്റി അറിയാം. എനിക്കൊരു തേങ്ങ അറിയാൻ പാടില്ല. ഞാൻ ഒരു മോഡൽ എന്ന രീതിയിലാണ് അങ്ങനെ പോയത്. അല്ലാതെ എൻ്റെ വീട് പെരുമ്പാവൂരാണ്. ഒരു മോഡൽ എനിക്ക് പ്രത്യേകിച്ച് കഴിവുള്ളൊരു വ്യക്തിയൊന്നല്ലായിരുന്നു. ഞാൻ മോഡൽ മാത്രമായിരുന്നു. പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് തന്നെ പറയാം. ചെറിയ വേഷങ്ങൾ ചെയ്ത സിനിമയിലൊക്കെ ചെയ്ത ജൂനിയർ ആർട്ടിസ്റ്റ് അല്ല. ഇപ്പോൾ ഞാൻ അത്യാവശ്യം നിങ്ങളോടൊക്കെ ഈ ഒരു ക്യാമറ മുന്നിൽ നോക്കി നിന്ന് കൈ വരയ്ക്കാതെ ചുണ്ടു വരയ്ക്കാതെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതെൻ്റെ ഈ ഒരു 5, 6, 7 കൊല്ലത്തിലെ എൻ്റെ ജേണിയിൽ ഉണ്ടായിരുന്ന മാറ്റമാണ്. അത്രയുള്ളൂ. ഇപ്പോൾ ഈ ഷിയാസ് കരീം ഈ പോകുന്നതിന് മുന്നേ തന്നെ അവിടെ നല്ല രീതിയിൽ ചർച്ച ചെയ്ത കാര്യമായിരുന്നു. LGBT കമ്മ്യൂണിറ്റീനെ സപ്പോർട്ട് ചെയ്തിട്ട് നോർമലൈസ് ചെയ്തിട്ട് ഞാനത് ലക്ഷ്മിയോട് സംസാരിച്ചിരുന്നല്ലോ. ലക്ഷ്മി 2018 ഡിസംബർ 2018-16 ഡിസംബർ 16 തീയതി ഒരു പോസ്റ്റ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ, ഞാൻ ലക്ഷ്മിയുടെ ഫേസ്ബുക്കിൽ തമ്മിൽ ഒരു ഫോളോ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ കണ്ട കാര്യമാണ്. ഞാൻ ലക്ഷ്മിയോട് ചോദ്യം ചെയ്തിട്ടുണ്ടാവുന്ന കാര്യം. എന്തുകൊണ്ട് ഇപ്പോൾ അങ്ങനെ പറയാൻ കാരണം ആള് ഐ ഡോണ്ട് നോ. ഞാൻ പറഞ്ഞില്ലേ, ലക്ഷ്മി എന്നോട് വന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായ പല എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ ചിരിക്കാത്തതും ഞാൻ അങ്ങനെ സംസാരിച്ചതൊന്നും ലക്ഷ്മി എന്നോട്. ഞാൻ പിന്നെ ആ കാര്യം എന്താണെന്ന് ഞാൻ ചോദിച്ചില്ല. കാര്യം അതൊരു ബിഗ് ബോസിൽ ഒരു വ്യക്തിയുടെ ഒരുപാട് എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുന്ന ഒരു ടാസ്ക് ഉണ്ട്. അപ്പോൾ അതിൽ ലക്ഷ്മി അത് പറയുമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ, ഞാൻ പുറത്തിറങ്ങി കണ്ടോളാം എന്ന് പറഞ്ഞ് ഞാൻ പോകുന്നു. കാര്യം ഞാൻ ആക്ച്വലി ബിഗ് ബോസിൽ ഒരു വേറെ ആവശ്യമായിട്ട് പോയതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഈ ആദിലേക്ക് നോറിയും ആ ഒരു സാധനം എനിക്ക് ഭയങ്കര വിഷമമായി. അത് വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ വൈഫ് എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു, ആദിലേക്ക് നോറിനും ഈ ഷോ കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ വിളിക്കണം, എന്തായാലും വിളിച്ച് കൊണ്ടുവരണമെന്ന് പറയുകയും ചെയ്തു. അതിൽ എല്ലാവരും ഈ ലോകത്ത് ഈക്വലാണ്. പൊക്കമുള്ളവൻ, മണ്ണുള്ളവൻ, കറുത്തവൻ, വെളുത്തവൻ, അങ്ങനെ ഗേ, ലെസ്ബിയൻ, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. എല്ലാവരും മനുഷ്യന്മാരാണ്. ഹ്യൂമാനിറ്റി അല്ലേ നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അല്ലാതെ ഒരു വർഗ്ഗതിരിവ് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം നമുക്ക് ആർക്കും വേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.